السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കത്തിയെരിയുന്ന പശ്ചിമേഷ്യ, വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളുമായി അല്പം സംസാരിക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകത്തിന്റെ അതിസങ്കീർണവും അപകടകരവുമായ ഒരു ഭാഗമാണ് പശ്ചിമേഷ്യ. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും വളരെ സമ്പന്നമായ ഈ ഭൂഖണ്ഡം ഇന്ന് ധാരാളം യുദ്ധങ്ങളുടെയും കലാപത്തിന്റെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഗസയിൽ ഇന്ന് നടക്കുന്ന നടുക്കുന്ന ആക്രമണങ്ങളും ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ലോക മനസ്സാക്ഷിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും നിയന്ത്രണങ്ങളെ ഒരു തരത്തിലും വകവെക്കാതെ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ ലോകഭൂപടത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യണമെന്ന മൗഢ്യമായ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നരഹത്യ തുടരുന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഈ വംശഹത്യ സാധ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പിന്തുണയോടെ 2023 ഒക്ടോബർ 7 തുടക്കം കുറിച്ച ഈ ആക്രമണം ഒരു വർഷം പിന്നിടുമ്പോൾ ഏകദേശം 45,000-ഓളം ജനങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെട്ടപ്പോഴും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ മുഴുവൻ പിടിച്ചെടുക്കാൻ, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ മുഴുവൻ പിടിച്ചടക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പശ്ചിമേഷ്യയിൽ കത്തിയെരിയുന്ന മറ്റൊരു പ്രശ്നമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്നത്. ഇസ്രായേൽ ഹമാസിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചതു മുതൽ തന്നെ ഹമാസിനെ പിന്തുണക്കുന്നവരാണ് ഇറാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും. ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സായുധ സംഘത്തെയാണ്. അതുപോലെ തന്നെ ഹമാസിന് ഇറാൻ സാമ്പത്തികമായും സൈനികമായും സഹായങ്ങൾ നൽകുന്നുവെന്നതും ഈ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. ഇറാൻ ആണവായുധ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കുന്നത് ഇസ്രായേലിനും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കും കൂടുതൽ ആശങ്ക ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2024 ഇറാനിലെ ചില പ്രധാന ആണവ നിലയങ്ങൾ ഇസ്രായേൽ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധം. ഈ കലാപം ആരംഭിക്കുന്നത് തന്നെ അവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരായാണ്. 1970-കളിൽ ഹാഫിസ് അൽ അസദ് എന്ന വ്യക്തി ഒരു അട്ടിമറി വിജയത്തിലൂടെ സിറിയയുടെ പ്രസിഡന്റ് ആവുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണം ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു എന്ന് മാത്രമല്ല, രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളെ അദ്ദേഹം ശക്തമായ ക്രൂരമായ അടിച്ചമർത്തുകയുമാണ് ചെയ്തത്. അങ്ങനെ 2000-ൽ ഹാഫിസ് അൽ അസദിന്റെ മരണത്തിന് ശേഷം മകനായ ബഷാർ അൽ അസദ് വളരെ വലിയ ജനാധിപത്യ വാഗ്ദാനങ്ങളോടുകൂടി ഭരണരംഗത്തെത്തുകയുണ്ടായി. എന്നാൽ തന്റെ പിതാവിനേക്കാൾ വളരെ ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സിറിയയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമാവുകയും ക്രമേണ സിറിയ ഒരു വൻ വരൾച്ചയ്ക്ക് സാക്ഷിയാവുകയും ചെയ്തു. ഇതോടുകൂടി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയും ജനങ്ങൾ അസദിനെതിരെ രംഗത്തിറങ്ങുകയും സമാധാനപരമായ ഒരു പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് അസദ് നേരിടുന്നത്. വർഷങ്ങളായി തുടർന്നു വന്ന ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിന് 2024-ൽ HDSന്റെ നേതൃത്വത്തിലുള്ള വിമത സംഘം അസദിനെതിരെ ശക്തമായി തിരിച്ചെടുക്കുകയും രാജ്യ തലസ്ഥാനമായ ഡമസ്കസിന്റെ വരെ അധികാരം പിടിച്ചെടുക്കുകയും
ചെയ്തതോടെ ബഷാർ അൽ അസദിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് പതനം സംഭവിക്കുകയും അദ്ദേഹത്തിന് രാജ്യം വിടേണ്ടി വരികയും ചെയ്തു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഇത്തരം സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമായാൽ അത് പശ്ചിമേഷ്യയുടെ സമാധാനപരമായ നിലനിൽപ്പിനും രാജ്യങ്ങളുടെ പുരോഗതികൾക്കും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കലുഷിത പ്രശ്നങ്ങളില്ലാത്ത സമാധാനപരമായ ഒരു ഭാവി പശ്ചിമേഷ്യയിൽ സാധ്യമാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.